ഹലോ എവ്രി വൺ, നമ്മളുടെ സെക്കൻഡ് ഡേ തേർഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ റെൻ്റ് കാർ വന്നു. ഏതാ ബ്രേക്ക്ഫാസ്റ്റ് പിസ്സ ഉണ്ട്. രാവിലെയൊക്കെ പിസ്സ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. ഇവിടെ യൂഷ്വലി ഹോട്ടലിനോട് ഇത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡൊക്കെ കിട്ടുന്നത്, പക്ഷേ ഇത് കുഴപ്പമില്ല. ഏതാ ഇങ്ങനെ ചാടാൻ വേണ്ടി എനിക്ക് ഏതാ സ്റ്റാർട്ട് വെള്ളം മതിയെന്ന്. എങ്ങനെയുണ്ട് ജോർജിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? നല്ല തണുപ്പ്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നമ്മൾ സെക്കൻഡ് ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കാർ റെന്റിനെടുത്തു. കാർ റെന്റിനെടുത്തു. എല്ലാം സാധനം കാറിനകത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു കാർ കൊണ്ട് തന്നു. അതൊക്കെ ഈസി പ്രോസസ്സാണ്. അതെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഹോട്ടലിൻ്റെ കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ടേസ്റ്റ് ഉണ്ട്. വേദനയ്ക്കും കുഴപ്പമൊന്നുമില്ല. ഇതൊരു പനിയൊന്നും പിടിച്ചൊന്നുമില്ല. ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. തണുപ്പായിട്ട് ഒരു പനി പ്രതീക്ഷിച്ചു. രാത്രി ഒന്നും വെളിയിൽ ഇറങ്ങാൻ പോയി കേട്ടോ, കൊടുക്കുന്നതാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ എവിടെ പോണേ? ഗുഡാവരി കസ്ബേഗി. അതെ, സ്നോ ആണുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം വണ്ടിയിൽ വെച്ചു. ഓക്കെ, ഇതാണ് നമ്മളെത്തേക്കുന്നത് എൻ്റെ കാറ്. കുഴപ്പമില്ല, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ സാധനമൊക്കെ ഓൾറെഡി ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചു. ഒരുപാട് സാധനമായി. ഇപ്പം ഇവിടുന്ന് കുറച്ച് ജാക്കറ്റ്സും കാര്യമൊക്കെ വാങ്ങിച്ചതിന് ശേഷം അതെ, ഇന്ന് നമ്മൾ പോകുന്നത് ഗുഡാവരി കഴിഞ്ഞ് കസ്ബേഗി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. സെൽഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാന്ന് വെച്ചു. അതെനിക്ക് സ്നോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, സ്കൈവേ ട്രാവൽസ് നടത്തുന്നത്. പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പുള്ളിക്കാരനോട് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റും കാര്യമൊക്കെ ഉണ്ട്. സോ അതെല്ലാം കാണിച്ചു തരാം. ഇവിടുത്തെ പ്രോപ്പർ ഫുഡും ഒക്കെ പുള്ളിക്കാരൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. സ്നോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അതെ, അമ്മുൻ്റെ വേദയുടെ ആദ്യത്തെ സ്നോ എക്സ്പീരിയൻസ്. 2 മണിക്കൂർ വണ്ടി ഓടിച്ച് ആകെ ഫുൾ ടൈം ഉറക്കം. 2 മണിക്കൂർ വണ്ടി ഓടിച്ച് ആകെ കവർ ചെയ്തത് 38 കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ. ഫുള്ള് ട്രാഫിക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ റോഡ് നമുക്ക് അവിടെ കണ്ടോണ്ടായിരിക്കും റോഡ് കുറച്ച് ചെറുതായിട്ട് തോന്നുന്നു. അതെ, പിന്നെ നമ്മള് ഇവിടെ യൂസ്ഡ് ആയി വരുന്നല്ലേ ഉള്ളൂ. എന്തായാലും നമ്മളിപ്പം ഓൺ ദ റൂട്ടാണ്. ഇടയിൽ ഒരു കടയില് ഇവിടുത്തെ ഒരു ഫേമസ് ലെമനേഡ് ഉണ്ട്, അത് വാങ്ങിക്കാനായിട്ട് നിർത്തി. കസ്ബേഗി ഗുഡാവരിയിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ഹൈവേക്ക് കൊള്ളാം, ഇഷ്ടംപോലെ കാണിച്ചു തരാം. നല്ല രസമുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ്. ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെയാണ്. ഹായ്, യു ഹാവ് ഐസ്ക്രീം? ഇവിടെ വന്നിട്ട് ലെമനേഡ് ഇല്ല. എല്ലാ കടയിലും ഞാൻ കണ്ടാണ്, പക്ഷെ നിർത്തിയ കടയിലില്ല. പിന്നെ ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ഫാൻ്റെ ഇരിക്കുന്നു, പീച്ചിൻ്റെ ഉണ്ട്. ഇതെടുക്കാം. 2 ലാരിയാണ്. ഗുഡാവരിയിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല രസമുണ്ട്. ചുറ്റും നല്ല മരങ്ങളും ഭയങ്കര പച്ചപ്പും മലയും. മലയുടെ അടുത്തായിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചെറിയ വീടുകൾ, ചെറിയ ഗ്രാമങ്ങളൊക്കെയാന്ന് തോന്നുന്നല്ലേ. പിന്നെ ഇടയ്ക്ക് റൈറ്റിലും ലെഫ്റ്റിലോട്ടും ഒക്കെ ടേൺ ഇട്ടിട്ട് വൈൻ റൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഈ മുന്തിരിപ്പാടമൊക്കെ ആയിരിക്കും. ഒന്ന് പോണം അല്ലേ? ഇപ്പോഴല്ല, ഇതിപ്പോ നമ്മള് ഈ സ്ഥലം അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പോവാണ്. അടിപൊളി പൂവൊക്കെ ആയിട്ട് ചെമ്മരിയാടിനെയൊക്കെ മേയ്ക്കാൻ വിട്ടേക്കുന്നത്. വേദയുടെ ഫേവറേറ്റ് മൃഗമാണ് ചെമ്മരിയാട്. മറ്റേ കാർട്ടൂണിലൊക്കെ കണ്ടിട്ട് എപ്പോഴും ബാബാ ഷീപ്പ് എന്നും പറഞ്ഞിരിക്കണം. പക്ഷെ ആൾ ഉറക്കമായി. ഒരുപാട് കാര്യം നമ്മൾ പറയാൻ പറ്റുമോ? ആക്ച്വലി ജോർജിയയില് ഇവിടുത്തെ കറൻസിനെ പറയുന്ന ലാറി എന്നാണ്. അത് ജെല്ലെന്ന് പറയും. ജെല്ലെന്ന് വെച്ചാൽ ജോർജിയൻ ലാറി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ കറൻസി ഡോളറിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഡോളർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഡോളർ അവരുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം. ബിക്കോസ് നമ്മൾ വരുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിൽ വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര കുറച്ച് റേറ്റേ കിട്ടുള്ളായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ അവസാനം ഖത്തർ റിയാൽ തന്നെ ഇവിടെ മാറാൻ നോക്കി, അതിനും കുറച്ച് റേറ്റേ ഉള്ളൂ. പക്ഷെ ഡോളർ കറക്റ്റ് റേറ്റ് 2.78 വെച്ച് പെർ ഡോളർ ഇവിടെ. അത് ഡോളറിന് ഇവിടെ നല്ല വാല്യൂ ഉണ്ട്. നേപ്പാളിലെ സെയിം. അതും പിന്നെ എയർപോർട്ടിൽ നിന്ന് മാറുന്നതിനെക്കാട്ടിലും നമുക്ക് പുറത്തുനിന്ന് എക്സ്ചേഞ്ചസ് ഒരു 0.20 അടുപ്പിച്ച് വ്യത്യാസം വന്നു. സോ പുറത്തുനിന്നുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് മാറുന്നതാണ് ഏറ്റവും ബെറ്റർ.
മാക്സിമം വാല്യൂ കിട്ടും. അതേ കണക്ക് ഹോട്ടൽസും നിങ്ങൾ ബുക്കിംഗ് കൺഫേം ചെയ്യരുത്. ബിക്കോസ് ടൂർ പാക്കേജ് വഴി വരുവാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ കണക്ക് വരുവാണെങ്കിൽ ബുക്കിംഗ് കൺഫേം ചെയ്യേണ്ട. പേ അറ്റ് ദ ഹോട്ടൽ ഓപ്ഷനും ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻ ഓപ്ഷനും ഉള്ളത് സെലക്ട് ചെയ്താൽ മതി. സോ ഗുഡ് തിങ് ഈസ് നമുക്ക് എന്തെങ്കിലും പ്ലാനിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കണക്ക് ചെയ്യാം. കാര്യം നമ്മൾ ഫസ്റ്റ് 2 ദിവസം ഒരു സ്ഥലത്ത് നിൽക്കാനുണ്ട്, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്കൊരു റെഫറൻസ് കിട്ടി, നമ്മൾ ഇപ്പോൾ കസ്ബേഗിയിൽ ഒരു ഹട്ടിൽ സ്റ്റേ ഒരുക്കി. സോ നമുക്ക് ആ സെക്കൻഡ് എന്ത് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോൾ. അപ്പോൾ സെക്കൻഡ് ഓൾറെഡി പെയ്ഡും ആണ്. ഞാൻ ഹോട്ടലിൽ വന്ന് പേ ചെയ്തു. പക്ഷേ അവർ നല്ലൊരു ഹോട്ടലിൻ്റെ ഓണറൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ഹോട്ടൽ, നല്ല ആൾക്കാരും ആയതുകൊണ്ട് അവർ നമുക്ക് 30th, അതായത് 30th ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ എനിക്ക് അവർ ആ സ്റ്റേ ആ ദിവസം അങ്ങോട്ട് മാറി. പക്ഷേ ഹോട്ടൽ ബുക്കിംഗ് നമുക്ക് എയർപോർട്ടിൽ കാണിക്കണം. ഹോട്ടൽ ബുക്കിംഗ് എടുത്താലേ പറ്റുള്ളൂ. നമ്മൾ എത്ര ദിവസമാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ എടുക്കണം. പേയ്മെന്റ് മാത്രം നമ്മൾ ഇവിടെ വന്നിട്ട് കൺഫേം ചെയ്യുന്ന പേ ചെയ്ത ഹോട്ടൽ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ടാക്സി നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വലിയ ഗ്യാങ് നമ്മളങ്ങ് പറയും. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഉള്ള നല്ല ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെ നമ്മളെ ഇടം വലം തിരിയാനായിട്ട് സമ്മതിക്കാതെ ഇവര് നമ്മളടുത്ത് വന്നിട്ട്. അതായത് ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന് 22 ലാരേ ഉള്ളു. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 500 രൂപയ്ക്ക് താഴെ അല്ലേ നമ്മുടെ നിന്ന ഹോട്ടലിലേക്ക് വരാൻ എയർപോർട്ടിൽ അത്രേ ഉള്ളൂ. പക്ഷേ ഇവര് $60 to $100 ആണ് ഇവര് ചോദിക്കുന്നത്. അത് അവിടെ നിന്ന് വരുന്ന കംപ്ലീറ്റ് ക്രൗഡും അങ്ങനെയാണ് ചോദിക്കുന്നത്. നമ്മൾ ടയർഡായിട്ട് വരുന്നത് അവർക്ക് അറിയാം. അവർക്ക് നമ്മൾ മാക്സിമം എന്താ നമ്മളിന്ന് എടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് അവിടെ, ഇങ്ങനെ എല്ലാ കാര്യത്തിനും. പക്ഷേ ഈ ബോൾട്ട് എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഭയങ്കര നല്ലതാട്ടോ. ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ തന്നെ ഒരു അടിപൊളി സ്ഥലം കണ്ടു. അവിടെ നിർത്തി. അവിടെ രണ്ട് മൂന്ന് അമ്മമാര് തൊപ്പിയൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ബാ അയ്യോ അയ്യോ വേദ ഇതോ അതാരും നോക്ക് ഹായ് പറ, ഹലോ ഒന്ന് പറ. ഇതോ അങ്ങോട്ടും രണ്ട് അമ്മമാരിക്കുന്നുണ്ട്. ഹലോ ഗ്ലൗസ് കുറഞ്ഞ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഒരു ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് വന്നാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒരു ലവിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ ഇവിടെ ഇത്രയും നല്ല കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. ഏതേത് നോക്കടാ, നോക്ക് നേരെ നോക്ക്. കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള എടുക്കാൻ ഉണ്ട് കേട്ടോ ഇവിടെ. ഹലോ ഇത് മതി. അമ്മു ഇതെനിക്ക് വേണോന്ന് പറയടി. ടിബിലീസ് പറഞ്ഞാൽ എടുക്കാം, ഇത് പറഞ്ഞാൽ എടുക്കാം. ടിബിലീസ് മറ്റേ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചില്ലേ. 1 more ജോർജിയ, 1 more. വേറെ ഏത് വേണം? ആ കച്ചാപൂരി. എന്താ വാങ്ങിച്ചോ, ഇഷ്ടമാണോ വാങ്ങിച്ചോ. 5 രൂപ. ഓക്കെ താങ്ക് യു. ഇത് നമ്മളുടെ വണ്ടി. അവർ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. കുറച്ച് സാധനമൊക്കെ അവിടെ നിന്ന് മേടിച്ചു. ആക്ച്വലി നമ്മൾ നോക്കിയിരുന്ന സാധനമൊക്കെ ഇവിടെ നല്ല വില കുറച്ചുണ്ടായിരുന്നു. ബാക്കിൽ മല നിൽക്കുന്നുണ്ടോ. ഈ ഫിഷ് വേദിക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഫിഷ് ഇഷ്ടപ്പെട്ടോ? എന്നാ ചിരിക്കേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ചിരിക്കേ. സ്വിമ്മിങ് ഇത് നല്ല രസമുണ്ടല്ലോ ഇവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു റിസർവോയറിൽ വെള്ളം താന്ന് കിടക്കുവാന്ന് തോന്നുന്നു കേട്ടോ. എന്തിനാ കണ്ടിപ്പോ ബാബാഷിപ്പോ? പിന്നെ എന്തിനാ കണ്ടേ? ഓട്സിനെയൊന്നും കണ്ടില്ല, കള്ളം പറയണ. കൗനെ കണ്ടോ? കൗ എന്ത് പറഞ്ഞേ? 3 പറഞ്ഞോ? എത്ര കൗവിനെ കണ്ടു? കൗണ്ട് എന്നിട്ട് 10-20 പശു ഉണ്ടായിരുന്നു. അവള് 2 കണ്ടു. ഇടയ്ക്ക് 5 വരും. നമ്മൾ വരുന്ന വഴിക്ക് വെള്ളം ഒഴുകി പോകുന്ന ഇവിടെ നിർത്തി ഇറങ്ങിയാൽ പറ്റുള്ളൂ. നിനക്ക് വേണ്ടിയാണ് ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങുന്നത്.
നമ്മൾ മിക്കവാറും ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ 5 മണിയാവുമെന്നാണ് തോന്നുന്നത്. എടി ഇവിടെ ചെമ്മരിയാടിനെ വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ സ്ഥലത്തോടൊക്കെ ഇറങ്ങി ഒന്ന് പോകണം. അവിടെ എന്താ അവിടെ സൂപ്പർ അല്ലേ? ഇവളെനിക്കൊന്ന് ആടിനെ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ആടിനെ കൊണ്ടുപോകാൻ നോ എന്ന് പറഞ്ഞില്ലേ വേദ? നോ എന്ന് പറഞ്ഞില്ലേ? ഒന്നുകൂടെ പറയാം നോ എന്ന്. ഒരു കാര്യം കണ്ടത്, ഈ പൂ നോക്കണി ചെറുതാ പക്ഷെ ഭയങ്കര ഭംഗിയല്ലേ അത്? സൂപ്പർ അല്ലേ? വേദ എങ്ങനെയുണ്ട്? ഹാപ്പി ഹാപ്പി ആണോ? ഡ്രൈവിംഗ് സീറ്റിൽ അമ്മ കയറി അമ്മനെ ഓട്ടിക്കാം. ഒരു പള്ളി കണ്ടിട്ട് വേദ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നേ. അപ്പൊ അവര് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഇവിടെ പിന്നെ ഫുള്ള് പള്ളി ആയതുകൊണ്ട് കൈതാക്കരുത്. വേദ പശു ഫുള്ള് വെള്ള പൂക്കള് കണ്ട വെള്ള പൂക്കളിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മള് മഞ്ഞുമലയുടെ കാഴ്ചകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. മഞ്ഞുമല ദൂരെ കണ്ടപ്പോ അമ്മുന്റെ എക്സ്പ്രഷൻ എന്താ എനിക്ക് കാണാൻ പറ്റുന്ന, ക്യാമറ എടുത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇനി ഒരു 50 കിലോമീറ്റർ ഉണ്ട്. സോ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്തൊക്കെയാ ബാർബിക്യൂ ചെയ്യുന്നുണ്ട്. ഈ സാധനം തന്നെ മേടിക്കാൻ നോക്കാം. ചിക്കൻ ബാർബിക്യൂ ഒക്കെ വയ്ക്കുന്നുണ്ട്. നല്ല അടുപ്പിലാണ് കേട്ടാ. ഇച്ചിരി ഫേമസ് റെസ്റ്റോറൻറ്റ്. അമ്മ നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, മലയോടെ മല. റഷ്യയിലേക്കൊക്കെ പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നു. ഇലക്ട്രിക് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അകത്ത് കയറാം. തണുക്കുന്ന എനിക്ക്. എന്താ ഇത്? കച്ചല്ല കച്ചാപ്പൂരി. അപ്പൊ നമ്മള് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഓൾമോസ്റ്റ് ഒരേ സൈസ് തന്നെ. അത്ര വലുതൊന്നും അല്ല. എന്റെ കൈ ഉണ്ടോ? കയ്യിൽ അത്രേ ഉള്ളൂ മൊത്തത്തിൽ. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കയ്യിൽ അത്രേ ഉള്ളൂ. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നും. അത്ര വലുതൊന്നും അല്ല. മിക്സ് ചെയ്യാം. മുട്ട കുക്ക് ചെയ്യാം. നമ്മള് ആ വലിയ മഞ്ഞുമലയൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ കുറച്ച് വന്നു കസ്ബേഗിലേക്ക്. ഇനി ഒരു 15 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്ക്. അപ്പോൾ ഇതാ ഇവിടത്തേക്ക് മഞ്ഞൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്നോഫോൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. 6 to 8 ഇവിടുത്തെ സമയത്ത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്നോഫോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ കാഴ്ചയുടെ ഭംഗി നമുക്ക് പറഞ്ഞാൽ അത് കിട്ടുമോ, അത്രയും നന്നായിട്ട് പറയാൻ ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയത്തില്ല. വീഡിയോയിൽ അത് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. കാര്യം അത്ര അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമ്മളൊരു ഐസൊലേറ്റഡ് ആയിട്ടൊരു ഗ്രാമം അല്ലേ? വേറൊന്നുമില്ല. അപ്പുറം ഇപ്പുറവും മല. കുറെ പേരോട് താമസിക്കുന്നുണ്ട്. എങ്ങനെ അവരോട് താമസിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതായത് എങ്ങനെ താമസിക്കുന്നില്ല, എങ്ങനെയാണ് അവർക്ക് വരുമാനം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. കാര്യം ഭയങ്കര ഓടായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ചുറ്റും വേറൊന്നുമില്ല, മല മാത്രം. ഒരു വീഡിയോ എടുക്കാം, പക്ഷെ വണ്ടി നിർത്താതെ അത് കിട്ടത്തില്ല. അത് പക്ഷെ ഒരു വളവിലുമാണ്. ഒരുപാട് ടണൽസ് ഉണ്ട് കേട്ടോ ഇവിടെ കാണാം. ചെവിയൊക്കെ ഭയങ്കരമായിട്ട് അടച്ചു തുറക്കുവാണ്. വെള്ളമൊക്കെ വീഴുന്നുണ്ട്. അമ്മന്റെ തന്നെ കിളിയായിട്ടാണുള്ളത്. അത്ര രസമുള്ള കാഴ്ചകളാണ്. എന്റെ ദൈവമേ, ഐസിന് തട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ വയ്യ. ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്നത്. സോ ഭയങ്കര എക്സൈറ്റഡ്. ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നു. പക്ഷെ മാവ കയ്യിലിരുന്ന് ഉറങ്ങുന്നു. ഇതാണ് ഐസ് ഇല്ല എന്ന് പറയുന്നത്. ഐസ് ഇല്ലാതെ മറ്റേ സ്ഥലം കേട്ടോ. പേരെന്താ? എന്റെ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് അല്ലേ? ഇറങ്ങാം അവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതാണ് ഇവിടെ റഷ്യയിൽ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ്. നമ്മളിപ്പോൾ അവിടെ ഇറങ്ങുന്നില്ല, ബിക്കോസ് വേദ ഉറങ്ങി. നമ്മൾ നാളെ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ട് നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. കവർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പറ്റുമെങ്കിൽ ഇറങ്ങും. എന്താ പറയാ, ഐസ് ബാക്ക്ഗ്രൗണ്ട്
ഇറങ്ങണം. അതെല്ലാരും അയ്യോ, ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഫൈനലി നമ്മള് സ്ഥലത്തിന്റെ പേരൊന്നും കിട്ടുന്നില്ല. ഭയങ്കര തണുപ്പ്. നല്ലൊരു ബായ് ഉണ്ട് ഇവിടെ, ബോളിവുഡ് മസാല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിന്റെ ഓണറാണ്. അകത്ത് കയറാം. ഭയങ്കര തണുപ്പ്, രക്ഷയില്ല. പുള്ളിക്കാരൻ്റെ ഡോഗ്സാണിത്. ഹലോ, അവിടെ വരണോണ്ട് ഇവിടെ വരണോ, രണ്ടെണ്ണം കേട്ടോ. ഭയങ്കര തണുപ്പ്. ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട് ആക്ച്വലി, പക്ഷെ ഇതിൽ കിട്ടുന്നില്ല. വെരി ഫ്രം ബോംബെ. കുഴപ്പമില്ല, ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അമ്മ ഇന്നലെ ഇവിടെ ടൊബീനോ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞില്ലേ? മിസ്സായി. ബേസിലിന്റെ ഏതാ മൂവിയുടെ പ്രൊമോഷനായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടെ നാട്ടിൽ എത്തിയൊരു പേര്. മെയിൻ ആള് ടൈഗർ ആരാ? ഇതാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മളെ വ്ളോഗ് കണ്ട് ഇവിടെ വരുവാണെങ്കിൽ, സ്പെഗിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റിൽ വരണം. പുള്ളിക്കാരൻ ഇവിടെ 1.5 വർഷമായി നടത്താണ്. നല്ല രസമുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ഡോഗ്സ് ആണ് അതൊക്കെ. ഹലോ, ഇതിന്റെ പേരെന്നാ? സോറ. ഹലോ ഹലോ. വൗ, എന്ത് മുടിയാ? മൈനസ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ ഫീൽ ഉണ്ടാവും. പക്ഷെ മൈനസ് ആവാൻ ചാൻസ് ഉണ്ടോ? ഉണ്ടാവും. രാത്രി എന്തായാലും -5 വരെ പോകുന്നുണ്ടോ. നമുക്ക് നമ്മൾ അവിടെ ഒരു കോട്ടേജിലാണ് താമസിക്കാൻ പോകുന്നത്. ഇതിലാണ് നമ്മളുടെ സ്റ്റേ. പക്ഷെ ഇവിടെ നിൽക്കാൻ വയ്യ. ഗേറ്റൊക്കെ നമ്മൾ തന്നെ തുറന്നു കയറി. ലോക്കർ ഉണ്ടായിരുന്നു, ലോക്കറിനകത്ത് കീ ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്മ ഇറങ്ങാൻ പറയാ. ഇറങ്ങിയോ എവിടെ ഇറങ്ങിയോ? പെട്ടെന്ന് റൂമിൽ കയറാം. അമ്മ നിനക്കല്ലേ തണുപ്പ് വേണം അത്യാവശ്യം. നീ പോണ്ട. വെയിറ്റ് അമ്മ പറ്റത്തില്ലേ? ഞാൻ കൂട്ടു. എങ്ങനെയുണ്ട് ഊതിക്ക്? വേദ തണുപ്പ് എങ്ങനെയുണ്ട്? വേദ കൈ തൊട്ട് നോക്ക്. എങ്ങനെയുണ്ട് തണുപ്പ്? ഓവൻ, വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടല്ലോ. വേദ, how is it? വേദ what? സൈക്കിൾ അല്ല അത് ഡ്രസ് ഹാങ് ചെയ്യാൻ വേണ്ടിട്ടാ. വേദ ജംപ്. എന്റെ അമ്മോ, എങ്ങനെയുണ്ട്? എനിക്ക് തണുപ്പൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ UK -1 ഡിഗ്രിയിൽ താമസിച്ച ആളാണ്. സ്റ്റെപ്പ് കയറിപ്പോ. അച്ഛ എടുക്കോടാ. വാഷിംഗ് മെഷീൻ, ഓവൻ എല്ലാം ഉണ്ട്. അയ്യോ, അടിപൊളി. വാവ്, വ്യൂ നോക്ക്. വേദന കെട്ടിയിടേണ്ടി വരും കേട്ടോ. ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട്? ഫ്ലവേഴ്സ് എവിടെ? സൂപ്പർ അല്ലേ? അടിപൊളി. സൂപ്പർ. ഏത് ടൂറിസ്റ്റ് കൺട്രി പോകണമെങ്കിലും ടൈം ഒരു വലിയ കൺസേൺ ആണ്. പക്ഷെ ഈ രാജ്യത്ത് അതൊരു വിഷയമല്ല. ബിക്കോസ് രാവിലെ 6:30 7 മണിക്ക് നേരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടുന്നേ ഇല്ല. സോ എല്ലായിടും ഓപ്പൺ, എവിടെ വേണോ പോവാം. ഒരുണ്ട് അടുക്കി പറക്കി തുടങ്ങി. ഇതിപ്പോ സത്യം പറഞ്ഞാൽ വെളി കിടക്കുന്നതാണ് കൊണ്ടല്ലേ. ഇത് തടിയിൽ ചെയ്തേക്കുന്നോണ്ടാണ് ഇവിടെ ഇതിനകത്ത് ചൂട് കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ ഹീറ്റർ ഒന്നും ഇട്ടിട്ടില്ല. തടി ചെയ്തേക്കുന്നോണ്ടാണ് നല്ല ചൂടല്ലേ. അമ്മത്തുള്ള നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഉണക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ ഉണ്ട്. കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? ഏതൊരു വാഷ് ചെയ്യാൻ ഉണങ്ങും. ഇതിൽ തന്നെ ഡ്രയറും ഉണ്ട്. ഇഷ്ടപ്പെട്ട പുതിയ സ്ഥലം? വെൽക്കം ടു